സാവ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ചാണ്. കമ്പ്യൂട്ടർ എന്താണ്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതെന്താണ്? ഡാറ്റകൾ സ്വീകരിച്ച് അതിനെ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആയിട്ട് പാസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എ കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്സ് ഡാറ്റ, പ്രോസസ് ആൻഡ് ഇറ്റ് ഗിവ്സ് മീനിങ്ഫുൾ ഇൻഫർമേഷൻ. A computer is an electronic device that receives data, process and it gives meaningful information. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് ഡാറ്റകൾ റിസീവ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അർത്ഥവത്തായിട്ടുള്ള ഏതൊക്കെ രീതിയിലാണ് മാറ്റേണ്ടത് അങ്ങനെയുള്ള പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇൻഫർമേഷൻ ആക്കി പാസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഫുൾ ഫോം ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഫുൾ ഫോം ഒന്നും ആരും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ തൊട്ടു മുന്നിൽ നിന്ന് നമ്മൾ എപ്പോഴും കാണുന്നതും ഉപയോഗിക്കുന്നതുമായ കമ്പ്യൂട്ടർ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ പർപ്പസ്ലി യൂസ്ഡ് ഫോർ ടെക്നോളജിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച്. കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ പർപ്പസ്ലി യൂസ്ഡ് ഫോർ ടെക്നോളജിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച്. ഫുൾ ഫോം ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഓരോ വാക്കുകളും അതെ, സി ഫോർ കോമൺ, ഓ ഫോർ ഓപ്പറേറ്റിംഗ്, അങ്ങനെ ഓരോ വാക്കുകൾക്ക് ഓരോ ലെറ്ററിനും ഓരോ മീനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ മൊത്തം മീനിങ് എന്താണ്? നമ്മൾ സാങ്കേതികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമുള്ള റിസർച്ചുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ purposely used for ടെക്നോളജിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച്. അതാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. Computer is a data processing device that performs four major functions. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസ് ആണ്. എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസ് ആണ്. അതിന്റെ 4 ഫങ്ഷൻസ് ആണ് അതിന് പ്രധാനമായിട്ടുള്ളത്. കമ്പ്യൂട്ടറിന് 4 ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്. എന്താണ്? ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, 2 സ്റ്റോറേജ് യൂണിറ്റ്, 3 പ്രോസസ്സിംഗ് യൂണിറ്റ്, 4 ഔട്ട്പുട്ട് യൂണിറ്റ്. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്ന ഡാറ്റകൾ കൊടുക്കുന്ന യൂണിറ്റുകളാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മെമ്മറി ഒക്കെ ഉണ്ടല്ലോ, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി ഒക്കെ ഉള്ള യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡാറ്റ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തു, എന്നിട്ട് അത് സെക്കൻഡറി മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലേക്കോ ഒക്കെ പോയിട്ട് അത് എന്തിലേക്ക് പോയി? സ്റ്റോറേജ് യൂണിറ്റിലേക്ക് പോയി. സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് അത് എന്തിലേക്ക് പോകും? പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പോകും. പ്രോസസ്സിംഗ് യൂണിറ്റിൽ എന്താണുള്ളത്? കൺട്രോൾ യൂണിറ്റും അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. CPU പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയും. അതിലുള്ളത് എന്തൊക്കെയാണ്? കൺട്രോൾ യൂണിറ്റും അതുപോലെ ALU അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതിൽ നിന്ന് എന്ത് ചെയ്യും? തിരിച്ച് ഡാറ്റ അങ്ങോട്ട് പോകും, സ്റ്റോറേജ് യൂണിറ്റിലേക്ക് പോകും. സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് പോകും. എവിടേക്ക് പോകും? ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക്. ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് യൂണിറ്റ് ആണ് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സിംഗ് ആണ് ഈ സ്റ്റോറേജ് യൂണിറ്റിലും പ്രോസസ്സിംഗ് യൂണിറ്റിലും നടക്കുന്നത്. സ്റ്റോറേജ് യൂണിറ്റിലേക്ക് പോകുന്നു, അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നു. പ്രോസസ്സ് കഴിഞ്ഞ് പിന്നീടും എവിടേക്ക് പോകും? സ്റ്റോറേജിലേക്ക് തന്നെ വരും. ആവശ്യാനുസരണം ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ എന്താണ്? കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് എന്താ? ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് 4 ഫങ്ഷൻസ് ആയിട്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസ് ആണ്. അതിന് പ്രധാനമായി 4 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, 2 സ്റ്റോറേജ് യൂണിറ്റ്, 3 CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് 4 ഔട്ട്പുട്ട് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റിലാണ് മെമ്മറി യൂണിറ്റ് ഉള്ളത്, പ്രൈമറി മെമ്മറികളും സെക്കൻഡറി മെമ്മറിയും ഉള്ളത്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ് എന്തുള്ളത്? നമ്മളുടെ കൺട്രോൾ യൂണിറ്റും അതുപോലെ ALU ഉള്ളത്. നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാം. കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ കോൾഡ് ഡാറ്റ. അതായത് ഫാക്ടുകളുടെയും ഫിഗേഴ്സിന്റെയും കളക്ഷനെ പറയുന്ന പേരാണ് ഡാറ്റ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ കോൾഡ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ കോൾഡ് ഡാറ്റ. The way that a computer manipulates data into information is called processing. എന്താണ്? കമ്പ്യൂട്ടർ ആ ഡാറ്റകളെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രോസസ്സ്, ആ പ്രക്രിയകളെ പറയുന്നതാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. The way that a computer manipulates data into information is called processing. A program is execution is called process. ആ പ്രോഗ്രാം പ്രോസസ്സിംഗിന്റെ ആ പ്രോഗ്രാം എക്സിക്യൂഷൻ നടത്തുന്നതിന് പറയുന്ന പേരാണ് പ്രോസസ് എന്ന് പറയുന്നത്. A program is execution is called process. അതായത് കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ കോൾഡ് ഡാറ്റ.
The way that a computer manipulates data into information is called processing. A program is execution is called process. Processed data is called information. Processed data എന്താ പറയുന്നത്? Information എന്നാണ് പറയുന്നത്. Processed data is called information. Collection of unorganized facts and figures. That is raw form. അതായത് നമ്മളിപ്പോ കൊടുക്കുന്ന രൂപം, അതിനെ പറയുന്ന പേരാണ് ഡാറ്റ എന്ന് പറയുന്നത്. പ്രോസസർ ഡാറ്റനെ ഇൻഫർമേഷൻ എന്ന് പറയും. എന്നാൽ കളക്ഷൻ ഓഫ് അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോ കയറ്റുന്ന റോ ഫോം ഉണ്ടല്ലോ, നമ്മള് ഇൻപുട്ടിൽ കൊടുക്കുന്ന ഡാറ്റ, എന്താ പറയുന്ന ആ ഫാക്ടിനെ പറയുന്ന പേരാണ് ഡാറ്റ എന്ന്. അതിന്റെ കൂട്ടത്തെ പറയുന്നതാണ് ഡാറ്റ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് റോ ഫോമിന് പറയുന്ന പേരാണ് ഡാറ്റ എന്ന് പറയും. ആ ഡാറ്റ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻഫർമേഷൻ ആയി മാറുന്നു. ഡാറ്റ അബൌട്ട് ഡാറ്റ, മെറ്റാ ഡാറ്റ, അതായത് ഡാറ്റകളെ കുറിച്ചുള്ള ഡാറ്റയെ പറയുന്ന പേരാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ഇപ്പം JPG ഫയലുകളില് ഓതർ, ഡേറ്റ് ക്രിയേറ്റഡ്, ഡേറ്റ് മോഡിഫൈഡ്, ഫയൽ സൈസ്, ഇതൊക്കെ എക്സ്ട്രാ എഴുതി കാണിക്കില്ലേ, അതിനെയാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയും. നമ്മൾ ചില ഫോണുകളിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ അതിൽ കാണൂലേ, ഇന്ന ഡേറ്റില് സമയത്താണ് ക്രിയേറ്റ് ചെയ്തത്, ഇത് സൈസ് ഇത്രയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ സൈഡിൽ ഇല്ലേ, ഇതൊക്കെയാണ് ഈ മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ അബൌട്ട് ഡാറ്റയാണ് മെറ്റാ ഡാറ്റ. ഡാറ്റയെ കുറിച്ച് പിന്നെ എഴുതുന്നതിനെ കുറിച്ചാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് ഉദാഹരണമാണ് ഓതർ, ഡേറ്റ് ക്രിയേറ്റഡ്, ഡേറ്റ് മോഡിഫൈഡ്, ഫയൽ സൈസ് എക്സെട്ര. അപ്പൊ എന്തൊക്കെയാണ് ഡാറ്റ അബൌട്ട് ഡാറ്റ, മെറ്റാ ഡാറ്റ, കളക്ഷൻ ഓഫ് അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഡാറ്റ, പ്രോസസ്ഡ് ഡാറ്റ ഇസ് കോൾഡ് ഇൻഫർമേഷൻ. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഫയൽസ്. എന്താണ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്? ഫയൽസ് ആണ്. കളക്ഷൻ ഓഫ് ഡാറ്റ, ഫയൽസ്. കളക്ഷൻ ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറഞ്ഞു. കളക്ഷൻ ഓഫ് ഡാറ്റ പറയുന്നത് ഫയൽസ്. കളക്ഷൻ ഓഫ് ഫയൽസ് ഈസ് ഓർഗനൈസ്ഡ്. ഈ ഫയൽസിന്റെ കളക്ഷനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിനെ ഫോൾഡേഴ്സ് എന്ന് പറയും. അത് ഫയൽസുകൾ ഓർഗനൈസ് ചെയ്ത് ഫോൾഡർ ആയിട്ട് വെക്കുന്നു. നാലോചിച്ച് വെക്കും, കുറെ ഫയലുകൾ ഫോൾഡർ ആയിട്ട് വെക്കുന്നത് നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് കളക്ഷൻ ഓഫ് ഫയൽസ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ഫോൾഡേഴ്സ്. കളക്ഷൻ ഓഫ് ഫയൽസ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ഫോൾഡേഴ്സ്. കളക്ഷൻ ഓഫ് ഫോൾഡേഴ്സിനെ പറയുന്നത് ഡയറക്ടറി എന്നാണ്. കളക്ഷൻ ഓഫ് ഫോൾഡേഴ്സ്, ഡയറക്ടറി. അപ്പൊ കളക്ഷൻ ഓഫ് ഡാറ്റ, ഫയൽസ്. കളക്ഷൻ ഓഫ് ഫാക്ട്സ്, ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ, ഫയൽസ്. കളക്ഷൻ ഓഫ് ഫയൽസ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ഫോൾഡേഴ്സ്. കളക്ഷൻ ഓഫ് ഫോൾഡേഴ്സ്, ഡയറക്ടറി. എവറി കമ്പ്യൂട്ടർ ഈസ് കമ്പോസ്ഡ് ഓഫ് ടു ബേസിക് കമ്പോണൻസ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. എല്ലാ കമ്പ്യൂട്ടറുകളും എന്താ രണ്ട് കമ്പോണന്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു, അത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമാണ്. എന്താണ് എല്ലാ കമ്പ്യൂട്ടറുകളെയും രണ്ട് കമ്പോണന്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു, അതൊന്ന് ഹാർഡ്വെയർ, രണ്ടാമത്തെ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ പാർട്സ് യു ക്യാൻ ഫിസിക്കലി ടച്ച്. നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്നത്, തൊട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാമാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്? തൊട്ട് നോക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഫിസിക്കലി ടച്ച്, തൊട്ട് നോക്കാൻ പറ്റുന്നത്. നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ, അതൊരു ഹാർഡ്വെയർ ആണ്. കീബോർഡ്, അതൊരു ഹാർഡ്വെയർ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൗസ്, അതൊരു ഹാർഡ്വെയർ ആണ്. അങ്ങനെ തൊട്ട് നോക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും ഹാർഡ്വെയർ എന്ന് പറയുന്നു. അതുപോലെ ഇന്റേണൽ ആയിട്ടുണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അഴിച്ചു നോക്കി കഴിയുമ്പോൾ അതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, അതും ഹാർഡ്വെയർ തന്നെയാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഓൺ ദി അതർ ഹാൻഡ്, ഹാർഡ്വെയർ അല്ലാത്തതാണ് സോഫ്റ്റ്വെയർ, തൊട്ട് നോക്കാൻ പറ്റില്ല. ഈസ് നോട്ട് സംതിങ് യു ക്യാൻ ടച്ച്, നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല. സോഫ്റ്റ്വെയർ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ഓപ്പറേഷൻ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? Computer software on the other hand is not something you can touch. Software is a set of instructions for a computer to perform specific operations. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തൊട്ടു നോക്കാൻ പറ്റില്ല. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാം കാണുന്ന ഉപകരണങ്ങൾ ഹാർഡ്വെയർ എന്ന്, അതിന് പ്രവർത്തിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. കാണുന്നതിന് ഹാർഡ്വെയർ എന്നും പ്രവർത്തിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ നമ്മൾ സോഫ്റ്റ്വെയർ എന്നും പറയുന്നു. നമ്മൾ ഡോസ്, വിൻഡോസ് ഇങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? തൊട്ടു നോക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മളതിനെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. സോഫ്റ്റ്വെയർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർഡ്വെയറിനെ കുറിച്ചാണ്.
കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നമ്മളുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, PSC എന്താണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, അത് മാത്രം നമുക്ക് പഠിച്ചു പോകാം. പിന്നെ ഞാനിപ്പോ കുറേ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് എക്സാം എടുത്തുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തന്നെ പോകണം. എടുക്കേണ്ട കാര്യങ്ങൾ എഴുതിയെടുത്ത് തന്നെ പോകാം. അത് നോട്ടാക്കി നിങ്ങൾ ഇന്ന് പഠിക്കണം. 10 മാർക്ക് എന്ന് പറയുന്ന IT ആൻഡ് സൈബർ ലോ ആണെങ്കിൽ ആ 10 മാർക്ക് നമുക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ ഇത് മുഴുവനായിട്ട് പഠിച്ചു തന്നെ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആക്കി തരാത്തത് എന്തായിട്ടെന്ന് വെച്ചാല് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞിട്ട് ആ എക്സാം ഹാളിൽ ചെന്നിട്ട് എന്തെങ്കിലും സെപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ആയിട്ട് തന്നെ പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്കിൽ നിന്നും വന്നത് നമുക്ക് എക്സാമിന് വന്നത് മാത്രമായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ തരാം. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് ഒരു വീഡിയോ കൂടി ഇട്ട് തരാം. ഇപ്പൊ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നു. ഓക്കെ, ഹാർഡ്വെയറിലെ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ് ഞാൻ ഹാർഡ്വെയർ എടുത്തു. ആ ഹാർഡ്വെയറിൽ എന്തൊക്കെയാണുള്ളത്? ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മെമ്മറി ഡിവൈസ്. എന്തൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മെമ്മറി ഡിവൈസസ്. ഇതൊക്കെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്ന പാർട്ടിലുള്ളത്. ഇൻപുട്ട് ഡിവൈസിന്റെ നെയിമും അതിന്റെ യൂസസും, ഔട്ട്പുട്ട് ഡിവൈസിന്റെ നെയിമും യൂസസ്, ഫീച്ചേഴ്സ്, മെമ്മറി ഡിവൈസ് എന്തൊക്കെയാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇത് മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ ടോപ്പിക് കഴിഞ്ഞു. ഒരു കമ്പ്യൂട്ടർ IT ആൻഡ് സൈബർ ലോയില് IT ഹാർഡ്വെയർ മാത്രമല്ല, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോ പക്ഷെ ഇത് ഒന്നും ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത് മുഴുവനായിട്ട് തന്നെ പഠിച്ചു പോകാം. കാരണം നമ്മൾ എല്ലാരും തിരിച്ച് പഠിച്ചാൽ അതിൽ നിന്നൊന്നും നമുക്ക് പഠിച്ചത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, ആ ഒരു ടോപ്പിക്ക് മുഴുവനായിട്ട് തന്നെ പഠിച്ചു പോകാം. അപ്പൊ എന്താണ് നമ്മളിപ്പോ ഹാർഡ്വെയറിനെ കുറിച്ചിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഹാർഡ്വെയറിൽ മുഴുവനൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അതിൽ ഒരു പർട്ടിക്കുലർ കുറച്ച് ഭാഗം എടുക്കുന്നു. അത് നമ്മൾ പല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ വീഡിയോ സെപ്പറേറ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി വെച്ചാൽ അത് മാത്രം ഒന്നും കൂടി എടുത്ത് കാണാലോ. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെറിയ വീഡിയോസ് ആയിട്ട് ഇടുന്നത്. അപ്പൊ എല്ലാ വീഡിയോയും കാണണം. അതേപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ എനിക്ക് ഇനിയും വീഡിയോ ഇടാനും ഉള്ളൊരു പ്രചോദനം എനിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ അതെന്തായാലും നിങ്ങൾ ചെയ്യണം. ഇപ്പൊ എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? നമ്മൾ നേരത്തെ പറഞ്ഞു, തൊട്ടു നോക്കാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ ഫോം ആണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഈസ് എ ജനറൽ ടേം ടു ഡിസ്ക്രൈബ് ഓൾ ദ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഈസ് എ ജനറൽ ടേം ടു ഡിസ്ക്രൈബ് ഓൾ ദ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഭാഗത്തിനെ കുറിച്ച് വിവരിക്കുന്നതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ എസെൻഷ്യൽ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ്ഡ് ടു ഡെവലപ്പ് ദ കമ്പ്യൂട്ടർ. ഇതെന്താണ്? ഈ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രോണിക് അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടല്ലോ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. Computer hardware is a general term to describe all the physical parts of a computer system. These are the essential electronic devices used to develop the computer. Examples of hardware in a computer are the keyboard, the monitor, the mouse, memory devices, the printer, and the central processing unit. Most of the computer's hardware cannot be seen. It's inside the computer case, like microchips and hard drives. ഇനി നമുക്ക് ഇൻപുട്ട് ഡിവൈസ് നോക്കാം. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് നോക്കാം. ഇൻപുട്ട് ഡിവൈസ് വിച്ച് റിസീവ്സ് ഡാറ്റ ഫോർ പ്രോസസിംഗ് ഈസ് കോൾഡ് ഇൻപുട്ട് ഡിവൈസ്. അതായത് ഒരു ഡിവൈസ് എന്ത് ചെയ്യുന്നു? ഡാറ്റ പ്രോസസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. അത് റിസീവ് ചെയ്യുന്ന ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡാറ്റ റിസീവ് ചെയ്ത് പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നതാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഡാറ്റ റിസീവ് ചെയ്യുന്ന ആ ഡിവൈസിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഡാറ്റകൾ റിസീവ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഇൻപുട്ട് യൂണിറ്റ് റിസീവ്സ് ഡാറ്റ ഫ്രം ദി യൂസർ. അതായത് യൂസറിൽ നിന്ന്, ഉപയോഗിക്കുന്ന ആളിൽ നിന്ന് ഡാറ്റകൾ എന്ത് ചെയ്യും? ഇൻപുട്ട് യൂണിറ്റ് റിസീവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും?
പ്രോസസ് ചെയ്തിട്ട് ഇൻഫർമേഷനായി മാറ്റും. അതാണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇൻപുട്ട് ഡിവൈസ് എന്ത് ചെയ്യും? അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻ ആക്കും. എങ്ങനെ? ബൈനറി കോഡ് ഫോമിലേക്ക് ആക്കി മാറ്റും. An input device converts input information into a suitable binary code form. Device which receives data for processing is called input device. Input unit receives data from the user, and input devices convert input information to suitable binary code form. ഞാൻ ഈ ബൈനറി കോഡൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് പറഞ്ഞു തരാം. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. ഒന്ന് കീബോർഡ്, രണ്ട് മൗസ്. ഞാനിത് സ്പീഡിലെടുത്തെടുത്ത് പോവാണ്, കാരണം ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് പേരുകൾ പറഞ്ഞു മാത്രമേ പോകുന്നുള്ളൂ. ഒന്നാമത്തെ കീബോർഡ്, രണ്ട് മൗസ്, മൂന്ന് സ്കാനർ, നാല് ലൈറ്റ് പെൻ, അഞ്ച് ജോയ്സ്റ്റിക്, ആറ് ട്രാക്ക് ബോർഡ്, ഏഴ് ടച്ച് പാഡ്, എട്ട് ഡിജിറ്റൈസർ, 9 ഡിജിറ്റൽ ക്യാമറ, 10 മൈക്രോഫോൺ. എന്തൊക്കെയാണ് ഇനിയുണ്ട് കേട്ടോ നമുക്ക്? കീബോർഡ്, മൗസ്, സ്കാനർ, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്, ട്രാക്ക് ബോർഡ്, ടച്ച് പാഡ്, ഡിജിറ്റൈസർ, ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോൺ. കീബോർഡ്, മൗസ്, സ്കാനർ, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്, ട്രാക്ക് ബോർഡ്, ടച്ച് പാഡ്, ഡിജിറ്റൈസർ, ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോൺ. അടുത്തത് നമുക്ക് നോക്കാം ബാർകോഡ് റീഡർ. എന്താണ് ബാർകോഡ് റീഡർ? നമ്മൾ ഈ പറഞ്ഞ എല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബാർകോഡ് റീഡർ, BCR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ, OCR. ഒക്കെ ഇതിന് ഷോർട്ട് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ, OCR. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ, MICR. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ, MICR. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ, MICR. QR റീഡർ. ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നേഷൻ, സ്പീച്ച് റെക്കഗ്നേഷൻ. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ റീഡർ, വെബ് ക്യാമറ, ഫിംഗർ പ്രിന്റ് റീഡർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ, QR റീഡർ, ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നേഷൻ, സ്പീച്ച് റെക്കഗ്നേഷൻ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ റീഡർ, വെബ് ക്യാമറ, ഫിംഗർ പ്രിന്റ് റീഡർ. എന്താണ് ഫീച്ചേഴ്സ് നോക്കേണ്ട? ഓരോന്നിന്റെ ഫീച്ചേഴ്സ് കേട്ടോ. ഓരോ ഐറ്റം എടുത്തിട്ട് അതിന്റെ ഫീച്ചേഴ്സുകൾ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കീബോർഡുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ ലെങ്തി വീഡിയോ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ കീബോർഡ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സുകളായിട്ട് വേറെ കുറച്ച് എക്സാമ്പിൾസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് അങ്ങനെ ഞാൻ എടുക്കാം നിങ്ങൾക്ക് ക്ലാസ്. കീബോർഡ് is the primary input device of a computer. Keyboard is the primary input device of a computer. കമ്പ്യൂട്ടറിന്റെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ് ഒരു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് is the primary input device of a computer. Keyboard is invented by Christopher Scholz. കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. കീബോർഡ് ഈസ് ഇൻവെന്റഡ് ബൈ ക്രിസ്റ്റഫർ ഷോൾസ്. കീബോർഡ് ഒരു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. വേരിയസ് ടൈപ്പ് ഓഫ് കീബോർഡ് എന്താണ്? വേരിയസ് ടൈപ്പ് ഓഫ് കീബോർഡ് എന്തൊക്കെയാ നോക്കാം. QWERTY, QWERTY കീബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ കീബോർഡാണ്. ആ കീബോർഡിന്റെ മുകളിലുള്ള ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആദ്യത്തെ 6 അക്ഷരങ്ങളാണ് QWERTY എന്ന് പറയുന്നത്. QWERTY എന്ന് പറയുന്ന 6 ലെറ്റേഴ്സുകളാണ് QWERTY എന്ന് പറയുന്നത്. അത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് QWERTY കീബോർഡ്. DVORAK കീബോർഡ്, SRT കീബോർഡ്, SRT കീബോർഡ്. അങ്ങനെ 3 തരം കീബോർഡുകളുണ്ട്. അതെന്താണെന്ന് നോക്കി പഠിക്കാം. അത് പ്രധാനമായിട്ടും വേണ്ടത് QWERTY കീബോർഡാണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതെങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ ലെറ്റേഴ്സ് നോക്കാം. ഏറ്റവും മുകളിലത്തെ F1 F2 അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ന്യൂമറിക്കൽ എഴുതിയിട്ടുള്ളതിന്റെ താഴെ ആൽഫബറ്റ്സ് ഉള്ള മുകളിലത്തെ നോക്കുമ്പോൾ QWERTY ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് QWERTY കീബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കീബോർഡ്. ഇനി നമുക്ക് അതിൽ ഓരോ കീകൾ നോക്കാം. ലോങ്സ്റ്റ് കീ ഇൻ സ്പേസ് ബാറിലെ ഏറ്റവും ലോങ്സ്റ്റ് കീ എന്ന് പറയുന്നത് ഏതാണ്? സ്പേസ് ബാറിലെ ഏറ്റവും ലോങ്സ്റ്റ് കീ എന്ന് പറയുന്നത്
സോറി, കീബോർഡിലെ ഏറ്റവും ലോങ്സ്റ്റ് കീ എന്ന് പറഞ്ഞ സ്പേസ് ബാർ ആണ്. അതായത് നമ്മുടെ കീബോർഡ് നമ്മളെപ്പോഴും എന്ത് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ തിയററ്റിക്കൽ ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മളെപ്പോഴും പ്രാക്ടിക്കൽ നോളജ് ആണ്. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യുക, ആ കീബോർഡ് നമ്മളെ കീബോർഡിന് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. നമ്മൾ എല്ലാ ദിവസവും ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കീബോർഡിൽ ഓരോ കീ എവിടെയാണെന്ന് നമുക്ക് കാണാതെ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാ, വാച്ച് ചെയ്യാം. അപ്പൊ അതിൽ ഏറ്റവും വലിയ കീ ഏതാണ്? ഏറ്റവും വലിയ കീ എന്ന് പറഞ്ഞത് സ്പേസ് ബാർ ആണ്. സ്പേസ് അടിക്കുന്നതില്ലേ, നമ്മളെപ്പോഴും സ്പേസ് അടിച്ച് പോകും. എന്റർ, ഷിഫ്റ്റ്, അതായത് സ്പേസ് ബാറുകൾ തൊട്ട് മുകളിൽ നമുക്ക് കാണാൻ ഷിഫ്റ്റ് ആയിരിക്കും, അതിന് തൊട്ട് ഇതായിട്ട് എന്റർ, പിന്നെ ബാക്ക് സ്പേസ്, ഇതൊക്കെയാണ് വലിയ കീകൾ. അതുപോലെ ഈ പ്ലസ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും വലുതാണ്, അങ്ങനെയൊക്കെയുള്ള കീകളുണ്ട്. പക്ഷെ ഏറ്റവും വലുതെന്ന് പറയുന്നത് സ്പേസ് ബാർ ആണ്. ഏറ്റവും വലുത് സ്പേസ് ബാർ ആണ്. പിന്നെ എന്താണ്, ടോപ്പ് ലെഫ്റ്റ് മോസ്റ്റ് കീ ESC എന്ന് എഴുതിയിട്ടുള്ള എസ്കേപ്പ് കീ, ESC എന്നിട്ടുള്ള എസ്കേപ്പ് കീ ആണ് ടോപ്പ് ലെഫ്റ്റ് മോസ്റ്റ്. നമ്മളുടെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റിലായിട്ട് കിടക്കുന്നതാണ് ടോപ്പ് ലെഫ്റ്റ് മോസ്റ്റ് കീ. അതാണ് എസ്കേപ്പ് കീ എന്ന് പറയുന്നത്. ESC എന്നാണ് എഴുതിയിരിക്കുക. ടോപ്പ് ലെഫ്റ്റ് മോസ്റ്റ് കീ എന്ന് പറയുന്നത് എസ്കേപ്പ് കീ. പിന്നെ എന്താണ്, ഫങ്ഷണൽ കീസ് ഉണ്ട്. ഫങ്ഷണൽ കീ എന്ന് പറയുമ്പോൾ F എന്ന് പറയുന്ന ഫങ്ഷൻസ് ആയിട്ടുള്ള F തുടങ്ങി F1 തുടങ്ങി F12 വരെയുള്ള 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. എന്താണ്, F1, F2, F3, F4, F5, F6, F7, F8, F9, F10, F11, F12, അങ്ങനെ 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. ഈ കീനെ പറയുന്നത് ദീസ് ആർ ദ കീസ് അസൈൻഡ് ഫോർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഫങ്ഷൻസ് ബിൽറ്റ് ചെയ്യാൻ വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള കീകൾ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പൊ ഫങ്ഷണൽ കീസ് എത്ര എണ്ണം ഉണ്ട്? 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. അപ്പൊ ലോങ്സ്റ്റ് കീ സ്പേസ് ബാർ, ടോപ്പ് ലെഫ്റ്റ് മോസ്റ്റ് കീ എന്ന് പറയുന്നത് എസ്കേപ്പ്, ടോപ്പിൽ റൈറ്റ് മോസ്റ്റ് കീ ചോദിക്കണമെങ്കിൽ നമുക്കത് കിട്ടണം. എന്താണ് അത്? പേജ് ഡൗൺ ആണ് ട്ടോ. പേജ് ഡൗൺ ആണ് നമ്മുടെ ടോപ്പ് റൈറ്റ് മോസ്റ്റ് കീ എന്ന പേജ് ഡൗൺ ആണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി തന്നെ വെച്ച് പഠിച്ചു പോകാം. നമ്മൾ കീസ് ഒക്കെ കാണാൻ നോക്കി വെക്കുക. 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്നതാണ് F1, F2, F3, F4 അങ്ങനെ പറഞ്ഞ് F12 വരെയുള്ളത്. അടുത്തത് എന്താണ്, ആൽഫ ന്യൂമറിക് കീസ്. ആൽഫ ന്യൂമറിക്സ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക്സ്, അല്ലാണ്ട് നമ്മൾ ഈ ഫിസിക്സിൽ നമ്മൾ പഠിച്ച ആൽഫ അല്ല. ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക്സ് എന്ന് പറയുന്ന ആൽഫ. ന്യൂമറിക് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ 1, 2, 3 എന്ന് പറയുന്ന ന്യൂമറിക്കല്. അതേപോലെ തന്നെ ആൽഫ ന്യൂമറിക് കീസിൽ പെടുന്നതാണ് പങ്ക്ച്വേഷൻ സിമ്പിൾസ്, കോമ, കോളം, സെമികോളം, ഇൻവെർട്ടഡ് കോമ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സംഭവങ്ങളൊക്കെയാണ് ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്. ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് A to Z. എന്തൊക്കെയാണ് ആൽഫ ന്യൂമറിക് കീസ്? ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ്സ് A to Z. ന്യൂമറൽസ് 0 to 9. ന്യൂമറൽസ് ഏതാണ്? 0 to 9. പങ്ക്ച്വേഷൻ സിമ്പിൾസ് എന്താണ്? പങ്ക്ച്വേഷൻ സിമ്പിൾസ് അത് ഞാൻ പറഞ്ഞ കുത്തുകോമ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്. അടുത്തത് നാവിഗേഷൻ കീസ്. നാവിഗേഷൻ നാവികനാണ്. നാവിഗേഷൻ കീ എന്ന് പറയുമ്പോ നമ്മൾ യാത്രയ്ക്കുള്ള കീ ആണ് കേട്ടോ, നാവിഗേഷൻ ആണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്, അങ്ങനെയൊക്കെയുള്ള കീകളെയാണ് നാവിഗേഷൻ കീ എന്ന് പറയുന്നത്. ദീസ് കീസ് ദാറ്റ് ആർ യൂസ്ഡ് ടു മൂവ് കേഴ്സർ. കേഴ്സർ അല്ലേ നമ്മൾ മാറ്റാൻ വേണ്ടിട്ട് ഓരോന്നും കേഴ്സർ ഇങ്ങനെ യൂസ് ചെയ്യല്ലേ, നമ്മളിങ്ങനെ ഇത് മാറ്റി നമ്മൾ കേഴ്സർ ആണ് യൂസ് ചെയ്തത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന കേഴ്സറിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന കീകളാണ് എന്താണ്, നാവിഗേഷൻ കീസ് എന്ന് പറയുന്നത്. ഒന്ന് ആരോ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓ ആരോ കീ നമ്മൾക്ക് ഇങ്ങനെ അറിയാം, ഒരു ആരോ ഇങ്ങോട്ട്, ഒരു ആരോ ഇങ്ങോട്ട്, മുകളിലേക്ക്, താഴേക്ക്, അതായത് ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ, അങ്ങനെ പറയുന്ന 4 ആരോസ് കാണും. അതായത് ലെഫ്റ്റിലേക്ക് ഒരു ലെറ്റർ ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ഒരു ആരോ, റൈറ്റിലേക്കാണ് പോകണമെങ്കിൽ ഒരു ആരോ കീ, ഇപ്പോഴത്തെ ആരോ കീ, മുകളിലേക്ക് ലെറ്ററുകളാണ്. ഒരു വേർഡിന്റെ ഒക്കെ അപ്പുറപ്പുറക്കെ പോകാൻ പറ്റുള്ളൂ. അതാണ് ആരോ കീസ് എന്ന് പറയുന്നത്. ഒരു പേജിന്റെ അപ്പുറത്തേക്ക് പോകണോ, ഒരു പേജിന്റെ മുകളിലേക്ക് പോകണോ, അത് പേജ് അപ്പ്. ആരോഗ്യ നമുക്കറിയാലോ, ന്യൂമറിക്കൽ ബോക്സ് ഉണ്ടല്ലോ, ന്യൂമറിക്കൽ ലോക്ക് എന്നൊക്കെ എഴുതിയിട്ടുള്ള റൈറ്റ് സൈഡിലായിട്ടുള്ള അതിന് ഏറ്റവും താഴെ അതിന്റെ അടിയിലായിട്ടാണ് ആരോ കീസ് ഉണ്ടാവുക. ഈ ന്യൂമറിക്കൽ ലോക്ക് എന്നൊക്കെ പറയുന്നത് മുകളിലായിട്ട് നോക്കാം. ഏറ്റവും റൈറ്റ് മോസ്റ്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കും പേജ് ഡൗൺ എന്നുള്ളത്. പേജ് DN എഴുതും, PGDN, പേജ് ഡൗൺ. പേജ് അപ്പ് അതിന്റെ തൊട്ടപ്പുറത്ത് പേജ് അപ്പ് ഉണ്ട്, അതിന്റെ തൊട്ടപ്പുറത്ത് എൻഡ് ഉണ്ട്. ഒക്കെ റൈറ്റ് മോസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പൊ ആരോ കീസ് മാത്രമേ താഴേക്ക് റൈറ്റിൽ താഴെ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ റൈറ്റ് ടോപ്പിലാണ് കിടക്കുന്നത്. അപ്പൊ ആരോ കീസ്, പേജ് അപ്പ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, പേജിന്റെ മുകളിൽ, പേജ് ഡൗൺ പേജിന്റെ താഴെ, എൻഡ് ഏറ്റവും താഴേക്ക് പോകണം. അപ്പൊ ഓരോ കീയും നമ്മൾ പഠിക്കുന്ന ഏറ്റവും നല്ലതാ. കാരണം നമുക്ക് ഈ
മൗസ് ഇല്ലാണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കീ തന്നെ വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാണാതെ പഠിച്ചു വെക്കാൻ നല്ല കാര്യമാണ്. നമ്മ ഉപയോഗിക്കുന്നതാണ്. ഇതിനു വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് ലൈഫിൽ പ്രായോഗികമാക്കാനും ഏറ്റവും നല്ലതാണ് കീസ് കാണാൻ പഠിക്കുന്നത്. അപ്പൊ ആരോ കീസ്, പേജ് അപ്പ്, പേജ് ഡൗൺ ആൻഡ് എൻഡ്. ഇതിനെ പറയുന്നത് എന്താണ്? നാവിഗേഷൻ കീസ് എന്നാണ് പറയുന്നത്. നാവിഗേഷൻ കീസ്. അടുത്തത് മോഡിഫയർ കീസ്. ഒരു സാധനം മോഡിഫൈ ചെയ്യാൻ, ഒന്നിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം, എസ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഫബറ്റ് ആണ്. നമ്മൾ കൺട്രോൾ പ്ലസ് എസ് അടിച്ചപ്പോ എന്തായി? അത് സേവ് ആയി മാറി. അപ്പൊ എസ്സിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് നമ്മളത് സേവ് ആക്കി മാറ്റി. അപ്പൊ അങ്ങനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് എന്താ പറയാ, മോഡിഫയർ കേസ് എന്ന് പറയുന്നത്. എന്താണ് മോഡിഫയർ കേസ് എന്ന് പറയുന്നത്? അതേതൊക്കെയാണ്? ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്, അല്ലെ? ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്, ഇതൊക്കെയാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത്. ദീസ് കീസ് ആർ മോഡിഫൈ ദ എഫക്ട് ഓഫ് അതർ കീസ്. മറ്റുള്ള കീകളുടെ എഫക്റ്റിനെ മോഡിഫൈ ചെയ്യുകയാണ് മോഡിഫയർ കീസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് മോഡിഫയർ കീസ്? ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്. ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട് എന്നിവയാണ് മോഡിഫയർ കീസ്. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് തന്നെ പോകണം. മോഡിഫയർ കീസ് എന്ന് പറയുന്നത് എന്താണ്? ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്. ആലോചിച്ച് നോക്കാം. ഷിഫ്റ്റ് അടിച്ച് എസ് അടിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എസ് കിട്ടി, അല്ലെ? അങ്ങനെ നമ്മള് ക്യാപ്സ് ഒക്കെ ഓൺ ചെയ്തിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? ഷിഫ്റ്റ് അടിച്ച് പി അടിക്കുന്നത്. അപ്പൊ സ്മോൾ ലെറ്റർ പി കിട്ടി. കൺട്രോൾ പി, പ്രിന്റ് അടിച്ചു. അങ്ങനെ നമ്മൾ ഓൾട്ട് എന്റർ അടിക്കുന്നു, ഇല്ലേ? അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ അത് ഓരോ കീകളെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മോഡിഫയർ കീസ് എന്ന് പറയുന്നത്. അതേതൊക്കെയാണ്? ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്. അടുത്തതാണ് ടോഗിൾ കീസ്. എന്താണ് ടോഗിൾ കീസ്? ടോഗിൾ കീസ് എന്ന് പറയുന്നത് എന്താണ്? ടോഗിൾ ചെയ്യണത് എന്താണ്? അത് അത് ഓൺ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ന്യൂമറിക്കൽ ലോക്ക് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ന്യൂമറിക്കൽ ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറിക്സ് ഒക്കെ നമുക്ക് കിട്ടും. അതേപോലെ ക്യാപ്സ് ലോക്ക്, അത് ഓഫ് ചെയ്തിട്ട് ക്യാപ്സ് ലോക്ക് അല്ല സ്മോൾ ലെറ്റർ കിട്ടുള്ളൂ. ക്യാപ്സ് ലോക്ക് വരണമെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തിടണം. അപ്പൊ ടോഗിൾ കീസ് ഉണ്ട്, ക്യാപ് ലോക്ക് ആൻഡ് ന്യൂമറിക്കൽ ലോക്ക്. ടോഗിൾ കീസ് എന്ന് പറയുന്നത് ക്യാപ്സ് ലോക്ക് ആൻഡ് ന്യൂമറിക്കൽ ലോക്ക്. ഇനി എന്താണ്? ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ഷോർട്ട് കട്ട് കീസ് ഞാൻ നേരത്തെ ഒരു കൺട്രോളേഴ്സ് പറഞ്ഞു നിങ്ങളോട്. ഈ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് കട്ടാണ്. അപ്പൊ ഷോർട്ട് കട്ട് ഫുള്ള് കാണാണ്ട് പഠിച്ചോ. എ എന്ന് പറയുമ്പോൾ കൺട്രോൾ എ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സെലക്ട് ചെയ്യണം. എല്ലാത്തിനും സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ എ അടിച്ചാൽ മതി. സെലക്ട് ഓൾ എല്ലാം ഓൾ ആയിട്ടുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എ അടിക്കുക. കൺട്രോൾ പ്ലസ് എ, സെലക്ട് ഓൾ. ഈ നമ്മളെല്ലാം സെലക്ട് ചെയ്തു കഴിഞ്ഞു. അതിനെനിക്ക് കോപ്പി ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കൺട്രോൾ സി, കോപ്പി. കൺട്രോൾ സി, കോപ്പി. അല്ല, ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, എനിക്ക് കോപ്പി അല്ല ചെയ്തത്, അത് അവിടുന്ന് കട്ട് ചെയ്യണം. കൺട്രോൾ എക്സ്, കട്ട്. കൺട്രോൾ എക്സ് എന്ന് പറയുന്നത് കട്ട് ചെയ്യാൻ, കത്രിക പോലെ കട്ട് ചെയ്യാൻ എന്തെടുത്ത് നമ്മൾ കൺട്രോൾ എക്സ്, കട്ട്. നമ്മൾ ഇത് കട്ട് ചെയ്തു, കോപ്പി ചെയ്തു. ഒന്നിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടെണ്ണത്തിന് എവിടെയെങ്കിലും കൂടെ പേസ്റ്റ് ചെയ്യണ്ടേ? എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ വി അടിക്കുക. കൺട്രോൾ വി, പേസ്റ്റ്. കൺട്രോൾ വി, പേസ്റ്റ്. അപ്പൊ എന്താണ്? കൺട്രോൾ എ, സെലക്ട് ഓൾ. കൺട്രോൾ എ, സെലക്ട് ഓൾ. കൺട്രോൾ സി, കോപ്പി. കൺട്രോൾ എക്സ്, കട്ട്. കൺട്രോൾ വി, പേസ്റ്റ്. അടുത്ത ഗോ ടു, അവിടുന്ന് മാറ്റണം. ഗോ ടു, കൺട്രോൾ ജി. കൺട്രോൾ ജി, ഗോ ടു. കൺട്രോൾ ജി, ഗോ ടു. നമുക്ക് കണ്ടെത്തണം, എവിടെയാണ് കണ്ടെത്തണം? കൺട്രോൾ എഫ്, ഫൈൻഡ്. കൺട്രോൾ എഫ്, ഫൈൻഡ്. കൺട്രോൾ ജി അടിച്ചിട്ട് നമുക്ക് ഏത് എവിടേക്കാണ് മാറ്റണതെന്ന് അതിൽ അടിച്ചു കൊടുത്താൽ അത് മാറും. അതാണ് കേട്ടോ കൺട്രോൾ എഫ്. ആ കൺട്രോൾ എഫ് അടിക്കുമ്പോ ഏത് ലെറ്റർ എന്താണ് നമുക്ക് അറിയേണ്ടത് അത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. കൺട്രോൾ എഫ്, ഫൈൻഡ്. കൺട്രോൾ ജി, ഗോ ടു. കൺട്രോൾ എഫ്, ഫൈൻഡ്. കൺട്രോൾ എച്ച്, റീപ്ലേസ്. കൺട്രോൾ എച്ച് കഴിഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാം. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യാം. അതാണ് കൺട്രോൾ എച്ച് എന്ന് പറയുന്നത്, റീപ്ലേസ്. കൺട്രോൾ എച്ച്, റീപ്ലേസ്. കൺട്രോൾ എസ്, സേവ്. കൺട്രോൾ എസ്, സേവ്. നേരത്തെ ഞാൻ പറഞ്ഞു സേവ് ചെയ്യാനുള്ളതിന് കൺട്രോൾ എസ്. നമ്മൾ ഡാറ്റകൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് കൺട്രോൾ എസ് അടിച്ച് പോകാറുണ്ട്. എന്താണ് കൺട്രോൾ എസ് എന്ന് പറയുന്നത്? അതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. കൺട്രോൾ പ്ലസ് എസ്, സേവ്. കൺട്രോൾ എസ് ഉണ്ട്, അൺഡു. നമ്മളൊരു സാധനത്തിന് പെട്ടെന്ന് കളഞ്ഞു, അയ്യോ അത് നമുക്ക് ഇപ്പൊ വേണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ എസ് അടിച്ചാൽ മതി, അത് തിരിച്ചു വരും. കൺട്രോൾ എസ്, അൺഡു. കൺട്രോൾ എസ്, അൺഡു. നമുക്കത് അൺഡു ചെയ്തതിന്റെ പിന്നെ ഇതിലേക്ക് തന്നെ വരണം, റീഡു ചെയ്യാൻ. കൺട്രോൾ വൈ, റീഡു. കൺട്രോൾ വൈ. കൺട്രോൾ വൈ എന്ന് വെച്ചാൽ റീഡു. ഇനി എന്താണ്? അപ്പൊ കൺട്രോൾ എച്ച്, റീപ്ലേസ്. കൺട്രോൾ എസ്, സേവ്. കൺട്രോൾ ഇസഡ്, അൺഡു. കൺട്രോൾ വൈ, റീഡു.
ഇനി എന്താണ് F2 എന്ന് വെച്ചാൽ റിനെയിം ദ സെലക്ട് ഐറ്റം. ആ സെലക്ട് ചെയ്ത ഐറ്റത്തിന്റെ പേര് റിനെയിം ചെയ്യാനാണ് F2 ഉപയോഗിക്കുന്നത്. F2 എന്ന് പറഞ്ഞാൽ റിനെയിം ദ സെലക്ട് ഐറ്റം. F2 റിനെയിം ദ സെലക്ട് ഐറ്റം. കൺട്രോൾ ഡി ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഇൻ MS Word. MS Wordലെ ആ ഫോണ്ടിന്റെ ഡയലോഗ് ബോക്സിൽ അത് കിട്ടാൻ വേണ്ടി കൺട്രോൾ ഡി അടിച്ചാൽ മതി. കൺട്രോൾ ഡി എന്ന് പറയുന്നത് MS Wordലെ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനാണ് കൺട്രോൾ ഡി ഉപയോഗിക്കുന്നത്. അപ്പൊ കൺട്രോൾ H റീപ്ലേസ്, കൺട്രോൾ S സേവ്, കൺട്രോൾ Z അൺഡു, കൺട്രോൾ Y റീഡു. F2 എന്ന് പറയുന്നത് റീനെയിം ദ സെലക്ട് ഐറ്റം. കൺട്രോൾ ഡി എന്ന് പറയുന്നത് ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഇൻ MS Word. F5 എന്ന് പറഞ്ഞാൽ റിഫ്രഷ് ചെയ്യാൻ F5 ഉപയോഗിക്കും. റിഫ്രഷ് ചെയ്യാൻ F5 ഉപയോഗിക്കും. അല്ലെങ്കിൽ ടു ഓപ്പൺ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ബോക്സ് ഇൻ MS Word. MS Wordലെ നമ്മൾ ഈ ഫൈൻഡിന്റെയും റീപ്ലേസിന്റെയും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് MS Wordൽ F5 ഉപയോഗിക്കും. F5 റിഫ്രഷ് ചെയ്യാൻ ഉപയോഗിക്കും. അതുപോലെ MS Wordൽ ഫൈൻഡ് അല്ലെങ്കിൽ റീപ്ലേസ് ഉപയോഗിക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കും? F5 ഉപയോഗിക്കും. Alt+F4 എക്സിറ്റ്. Alt+F4 എക്സിറ്റ്. നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകണമെങ്കിൽ Alt+F4 അടിച്ചാൽ മതി. എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? Alt+F4 അടിച്ചാൽ മതി. Alt+Enter വ്യൂ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സെലക്ടഡ് ഐറ്റം. ആ ഐറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? Alt+Enter ചെയ്യും. Alt+Enter വ്യൂ ദ പ്രോപ്പർട്ടീസ് ഓഫ് സെലക്ടഡ് ഐറ്റംസ്. Alt+Enter വ്യൂ ദ പ്രോപ്പർട്ടീസ് ഓഫ് സെലക്ടഡ് ഐറ്റംസ്. ഇത്രയാണ് നമ്മളുടെ ഷോർട്ട് കട്ട് കീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതില് വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിച്ചത് തന്നെയാണ്, ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തെന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ഒന്നും കൂടെ നമുക്ക് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ പോയി പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു പോകാം. എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ നോക്കണം. ദ ലാർജസ്റ്റ് കീ ഓൺ ദ ബോർഡ്, സ്പേസ് ബാർ. ദ കീ പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓൺ ദ കീബോർഡ്, എസ്കേപ്പ് കീ. സ്പേസ് ബാർ, ടാബ് കീ, എന്റർ കീ, ഓൾ ദീസ് കീ ആർ ഹെൽപ്പ് ഇൻ നെക്സ്റ്റ് ഫോർമാറ്റിംഗ്. അടുത്ത ഫോർമാറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പേസ് ബാർ, ടാബ് കീ, എന്റർ കീ. അടുത്തതിലേക്ക് പോകണം. സ്പേസ് അടിച്ചു, അപ്പൊ അടുത്ത ഒരു ലൈൻ വിട്ടു കഴിഞ്ഞില്ലേ? ടാബ് അടിച്ചു, അപ്പൊ അടുത്തേക്ക് ഒരു ഇത് കഴിഞ്ഞു. എന്റർ അടിച്ചു, അടുത്ത താഴേക്ക് വന്നു. അതൊക്കെ നെക്സ്റ്റ് ഫോർമാറ്റിങ്ങിലേക്ക് കിടക്കുന്നതാണ് സ്പേസ് ബാർ, ടാബ് കീ, എന്റർ കീ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ലെറ്ററുകൾ അടിച്ചല്ലേ പോകുള്ളൂ. അടിച്ചതിന് നമുക്ക് ഒരു WORD അടിച്ചു, വേർഡ് എന്ന് അടിച്ചു. വേർഡ് എന്ന് അടിച്ച് എനിക്ക് അടുത്തൊരു വാക്ക് അടിക്കണമെങ്കിൽ അവിടെ സ്പേസ് ബാർ അടിക്കണം. നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യണം. ടാബ് കീ അടിച്ച് ഒരേ ലെവലിലൊക്കെ വരണം. അപ്പൊ നമ്മൾ ടാബ് അടിച്ച് ക്ലിയർ ചെയ്ത് പോകും. താഴേക്ക് വരണം, നമ്മൾ എന്റർ അടിച്ച് പോകും. പിന്നെ നമ്മള് എന്താ പറയാ, എക്സലിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്റർ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ സ്പേസ് ബാർ, ടാബ് കീ, എന്റർ കീ, ഓൾ ഓഫ് ദീസ് കീസ് ആർ ഹെൽപ്പ് ഇൻ നെക്സ്റ്റ് ഫോർമാറ്റിംഗ്. അപ്പൊ നമ്മള് ഇന്ന് നമ്മളുടെ കീബോർഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് പച്ചവെള്ളം പോലെ ഇപ്പൊ ഒരുവിധം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. നോട്ട് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കേട്ട് പഠിക്കാം. ഏതായാലും മതി. നോട്ട് എഴുതി വെക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇന്നത്തോടു കൂടി നമ്മൾ ഈ എക്സാമിനുള്ള കീബോർഡ് മുഴുവൻ പഠിച്ചു കഴിയണം. ഇനി നമ്മളത് ജസ്റ്റ് ലാസ്റ്റ് റിവിഷന് മാത്രം ഉപയോഗിച്ചാൽ മതി. അത്രയും ബൈഹാർട്ടാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. പിന്നെ നിങ്ങളോട് ഞാൻ ഒന്നും കൂടെ പറയണം, എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഉപകാരം, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഉപകാരം. കാരണം എന്റെ വീഡിയോസ് പുതിയത് കിട്ടാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പൊ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാതെ എനിക്ക് അതിനേക്കാൾ ഉപകാരമാണ് ഞാനിപ്പോ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ വ്യൂസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്കിതിന്റെ ഞാൻ ചെയ്യുന്നതിന് എന്തെങ്കിലും എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് അടിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ താങ്ക് യു. വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ.